ഒരു സ്വപ്നഭൂമി നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ ഈ യാത്ര. 8 ഏക്കറിൽ 8 കെട്ട് വീട്, അത് നമ്മുടെ പുഴയുടെ തീരത്ത്. ഒരു സൈഡിൽ പുഴ, ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ഡയറക്റ്റ് ഓണർ സൈഡിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ വീട്. നമ്മുടെ ഈ വീടിന് 500 വർഷത്തോളം പഴക്കമുണ്ട്. അത് ഫുള്ളി റിനോവേറ്റ് ചെയ്തിട്ടേക്കുവാണ്. വീടിനകത്ത് തന്നെ 8 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ പുറത്തൊരു ചാവടി ഔട്ട് ഹൗസ്, അവിടെയുണ്ട് 4 ബെഡ്റൂമുകൾ. അപ്പം മൊത്തം 12 ബെഡ്റൂമുകളൊക്കെ ഉള്ള ഒരു പഴയ വീട്. അത് ഫുൾ റിനോവേറ്റ് ചെയ്ത് 8 ഏക്കർ സ്ഥലത്താണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഏകദേശം 500 വർഷം പഴക്കമുണ്ടല്ലേ. അതിനൊരു റിനോവേഷൻ നടത്തി. ബാ, ഇപ്പോഴുള്ള വീടുകൾ ഇപ്പോൾ വളരെ കുറവാണ്. മറ്റേ ഇതല്ലേ, ഇതല്ലേ ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ലൈറ്റ് കാണിയല്ലേ, കുഴപ്പമില്ല. അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? ഇപ്പോൾ വെച്ചാരാധന ഉണ്ടോ ഇവിടെയൊക്കെ? ഇപ്പോൾ ഉള്ളതാണോ നിലവിൽ? സ്വിച്ചൊക്കെ ഇപ്പോഴും ആ പഴയ സ്വിച്ച് തന്നെ. എൻ്റെ വീട്ടിൽ ഈ സ്വിച്ചുകളുണ്ട്. പഴയ വീടാണേ. ഇങ്ങനെ പൊളിക്കാനുള്ള വീടുകൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫുള്ള് റിനോവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലേ. ഇത് എത്ര മുറി AC വെച്ചിട്ടുണ്ട്? 3 AC വെച്ചിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ AC ആവശ്യമില്ല, നല്ല തണുപ്പുണ്ട് ഇവിടെ. വാഷ്റൂമുകളും എല്ലാം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇതൊക്കെ പഴയത് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഈ ആണല്ലേ. 8 കെട്ടല്ലേ തന്നെ. ഇവിടെ ഒരു വൈക്കത്തിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടല്ലോ. ആണല്ലേ. വൈക്കം പഴയ ചട്ടി, നമ്മുടെ പഴയ ചട്ടി, പഴയ മച്ചല്ലേ. വീടുകളൊക്കെ വളരെ കുറവായി തുടങ്ങി. അല്ല, ഇപ്പൊ സാറിനോട് പറഞ്ഞു 100 വർഷം കുറച്ച് നാൾ മുമ്പ് ഇത് ഫുള്ള് റിനോവേറ്റ് ചെയ്ത് നല്ല എല്ലാം റിനോവേഷനൊക്കെ ചെയ്ത്. പിന്നെ അല്ല, ഇത്രയും തടിപ്പണികളൊന്നും ഇനി പണിതാൻ കിട്ടത്തുമില്ല. ഇതൊരു കേരള റിസോർട്ടിനൊക്കെ തുടങ്ങാൻ പറ്റിയ സാധനം. അവിടെ ഒരു ബെഡ്റൂം അല്ലേ? ഒന്ന് കാണിച്ചേ. ഈ ബെഡ്റൂം അല്ലേ? ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഫ്ലോറൊക്കെ ഇപ്പോഴും ആ പഴയ സ്റ്റൈലിൽ തന്നെയുള്ള. താഴെ മൊത്തം എത്ര ബെഡ്റൂമോ തന്നെ? 4 അല്ലേ? ഇത് 3ാമത്തത്. ഇതൊക്കെ ഗംഭീരം ബെഡ്റൂമായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ കണ്ടാൽ പെട്ടെന്നുള്ള ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയുകയില്ല. ഇത് 2ാമത് ചെയ്താണോ ഈ ടോയ്ലറ്റൊക്കെ? നേരത്തെ ഇതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ. പഴയത് കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പ്? റിനോവേഷന് മുമ്പ്, ഇത് റിനോവേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഏട്ടൻ കണ്ടിട്ടുണ്ടോ അത്? അന്നേരത്തേക്ക് ഇവിടെ എന്തായിരുന്നു അപ്പം? എടുത്തല്ലേ. ഓക്കെ. ഇനി ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ? മൊത്തം 8 ബെഡ്റൂമാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ തന്നെ. 8 ആദ്യം മറ്റേ ഇതും കൂടി ആ പെയിന്റിങ് ചെയ്ത കുട്ടിയും കൂടി സാറ് പറഞ്ഞത്. ഇവിടെ നിന്ന് AC വേണ്ട. എന്നാ ഇപ്പം പഴയ ഒരു സ്മെല്ല്, ആ തടിയുടെയൊക്കെ.
ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് അല്ലേ? വലിയ ആൾക്കാർ, കൂടുതൽ ആൾക്കാർ വരുമ്പം ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, വലിയ ഗ്യാസൊക്കെ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? കിണറ്റിന് നല്ല കിടിലം വെള്ളം അല്ലേ? പറഞ്ഞു ഒരിക്കലും പറ്റാത്ത വെള്ളം. പിന്നെ 2 കുളമുണ്ടല്ലോ, കുളമൊക്കെ തേകിയെടുത്ത മരങ്ങൾ വെക്കുന്നതുകൊണ്ട് നമ്മൾ ചൂടറിയാത്ത. ഓഹോ ഓക്കെ. നട്ടപ്പുറം വീട് സമയം. മഴ പെയ്യുമോ അല്ലേ? ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വരും അല്ലേ? ഒഴുക്കാൻ വേണ്ടി പുറത്തോട്ട് വെളിയിലോട്ട് വെള്ളം. മഴയുള്ള ദിവസം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നു. ശരിക്കും ആ ഒരു പഴയ സ്റ്റൈല് മുഴുവൻ നിലനിർത്തിയല്ല റിനോവേറ്റ് ചെയ്തേക്കുന്നത്. വാ. ഹായ്. ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? ഇവിടെയാണോ സാറ് കഥകളി പഠിപ്പിക്കണേ? ആ കഥകളി പഠിപ്പിക്കുന്ന ഇവിടെ. അത് രണ്ടുമോ? അത് മറ്റേ ഈ പിന്നെ മസാജിങ് ഒക്കെ ചെയ്യും. അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തരുൺമൂർത്തി ഉൾപ്പെടെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ആൾക്കാർ കഥകളി പഠിച്ച സ്ഥലം. ഇത് യോഗ ക്ലാസ്. യോഗ ക്ലാസ് അല്ലേ? ഇവിടെയല്ലേ യോഗ ക്ലാസ് ഒക്കെ? കുളമൊക്കെ ഇന്ന് തേകി എടുത്താൽ നല്ല കുളം ഒന്ന് തേകി വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിടക്കും. ഇതാണോ മറ്റേ മസാജിങ്ങിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ഇത് ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂമാണോ? 4 ബെഡ്റൂം. ഇവിടെ 4 ബെഡ്റൂം വരുന്നുണ്ട്. അത് പിന്നെ എടുക്കണം, അതിനകത്ത് മൊത്തം ഇതാ. ആണോ? കുഴപ്പമില്ല. ഇതിനകത്ത് 4 ബെഡ്റൂം വരുന്നുണ്ടല്ലേ? 4 ബെഡ്റൂം. ഇപ്പം 4, 8, 12 ബെഡ്റൂമുകൾ ഇതിനകത്ത് മൊത്തം വരും, പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്.